ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നല്ല കഠിനമായ വെയിലുള്ള സമയത്ത് ജോലിക്ക് പോകുന്നവരാണോ നിങ്ങൾ? സ്ഥിരമായിട്ട് നിങ്ങൾ നല്ല കഠിനമായ വെയിലുള്ള സമയത്ത് തന്നെ ജോലിക്കും അതേപോലെ ഫംഗ്ഷനുകളിലൊക്കെ പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫേസിനും സ്കിന്നിന്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി പല വിധത്തിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരായിരിക്കാം. പല വിധത്തിലുള്ള പല ഗ്രേഡുകളിലുള്ള സൺസ്ക്രീനുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താണ് സൺസ്ക്രീൻ കൊണ്ടുള്ള ഉപയോഗമെന്നും അതിന്റെ ഗ്രേഡുകൾ എന്തെല്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ദിസ് ഇസ് റഹീസ് ലൈഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ് സൺസ്ക്രീനുകളിൽ കാണാറുള്ളത്. ഒന്ന് ഫിസിക്കൽ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള സൺസ്ക്രീൻ എലമെന്റ്സും അതുപോലെ തന്നെ മറ്റൊന്ന് കെമിക്കൽ സൺസ്ക്രീൻ എലമെന്റ്സും ആണ്. ഇതിൽ ഫിസിക്കൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നതിൽ അധികവും ടൈറ്റാനിയം ബയോക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് പോലെയുള്ള മിനറൽ ആയിരിക്കും. ഇവ സ്കിന്നിന് പുറത്ത് വെച്ച് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മിയെ അല്ലെങ്കിൽ യു വി റേസിനെ റിഫ്ലക്ട് ചെയ്ത് സ്കിന്നിന് പുറത്ത് വെച്ച് തന്നെ അത് ഇല്ലാതാക്കും. അതായത് നമ്മുടെ സ്കിന്നിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നത് ഇല്ലാതാക്കും. കെമിക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്നുള്ള യു വി റേസിനെ ആഗിരണം ചെയ്ത് അത് ഹീറ്റായി കൺവേർട്ട് ചെയ്യും. ഏത് തരത്തിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന സൺസ്ക്രീനിലൊക്കെ SPF എന്ന റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. അതിലാണ് ഇതിന്റെ ഗ്രേഡിംഗ് കണക്കാക്കുന്നത്. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, ഇത് ചുരുക്കി പറയുന്നതാണ് SPF. അൾട്രാ വയലറ്റ് ബി റേസിൽ നിന്നും എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഗ്രേഡിംഗ് ആണിത്. ഈ SPF വെച്ചിട്ട് അൾട്രാ വയലറ്റ് എ റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. SPF നമ്മൾ വാങ്ങുന്ന സൺലൈറ്റിന്റെ ബോട്ടിലിൽ 10, 15, 20, 30 അങ്ങനെ 100 വരെ % കാണാൻ കഴിയാറുണ്ട്. ഇത് എത്രത്തോളം സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് ഓരോ ശരീരത്തിനും വ്യത്യസ്തമായിരിക്കും. എങ്കിലും സൺബേണിന് കാരണമാകുന്ന അൾട്രാ വയലറ്റ് ബി റേസിനെ എത്രത്തോളം നമുക്ക് ചേർക്കാൻ കഴിയുമെന്ന് ഈ SPF വെച്ച് നമുക്ക് കണക്കാക്കാം. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ഒരാൾ 30 SPF ഉള്ള സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് മാക്സിമം സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുള്ളൂ. എന്നാൽ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ള ഒരാൾക്ക് ഇതുപോലുള്ള 30 SPF സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഇനിയിപ്പോൾ നമ്മൾ സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് 50, 60 അതല്ലെങ്കിൽ 100 SPF ഉള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം വാങ്ങുകയാണെങ്കിൽ നമുക്ക് 100% സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരിക്കലും വിചാരിക്കരുത്. നോർമൽ സ്കിന്നുള്ള ഒരാൾക്ക് 30 SPF മുകളിലുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അനുയോജ്യമായിരിക്കും. ഡ്രൈ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, അതായത് ഹണി, ഗ്ലിസറിൻ, സെറാമിഡ്സ് തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഓയിൽ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ വാട്ടർ ബേസ്ഡോ ജെല്ലോ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. ഇനി സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരാളാണെങ്കിൽ മിനറൽ സൺസ്ക്രീനോ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സൺസ്ക്രീനോ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. SPFന്റെ അളവ്, ഇൻഗ്രീഡിയൻസ് വാട്ടർ ബേസ്ഡ് ആണോ ജെല്ല് ടൈപ്പ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സൺസ്ക്രീനിന്റെ പുറത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.